ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമ്മൾ എക്സോസ്റ്റിൻ്റെ ഫാൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കിടക്കാറുണ്ട്. എവിടെയൊക്കെ കിച്ചണിൽ, ബെഡ്റൂമിൽ, അതുപോലെ തന്നെ ബാത്റൂമിൽ, ഇവിടെയൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. അപ്പോൾ ഈ കൊടുക്കുന്ന പൈപ്പുകൾ, പൈപ്പ് ടൈപ്പ് ഉണ്ട്, സ്ക്വയർ ടൈപ്പ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഏതാണ് കൂടുതൽ ഉത്തമം എന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊരു കിച്ചണിൻ്റെ ഏരിയയാണ് വരുന്നത്. കിച്ചണിൽ കബോർഡ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്തിരിക്കുന്ന ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കിച്ചണിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിൽ നിന്ന് ഒരു 4 ഇഞ്ച് താത്തി, അത് മെയിൻ വാർക്കിന് ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ വാർക്കോട് ചേർത്ത് ഒരിക്കലും എക്സോസ്റ്റിന് ഹോൾ ഇടരുത്. കാരണം അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ മിനിമം 2 ഇഞ്ചെങ്കിലും വരും. ഏറ്റവും കുറഞ്ഞത് 2 ഇഞ്ചെങ്കിലും താഴ്ത്തി വേണം നമ്മൾ ഈ പറയുന്ന പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ പൈപ്പ് ടൈപ്പ് എക്സോസ്റ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 6 ഇഞ്ച് പൈപ്പ് വയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെയാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പൈപ്പ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം ഒരു 10 ഇഞ്ച് നീളത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. 10 ഇഞ്ച്, അതായത് നമ്മൾ ഈ പറയുന്ന ഭിത്തിയുടെ കനം വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ്, അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ പൈപ്പ്, അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലേക്കാണെങ്കിലും നമ്മൾ 6 ഇഞ്ചിൻ്റെ കൊടുത്താൽ മതി. 6 ഇഞ്ചിൻ്റെ ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് ഏകദേശം ഒരു 2 ഇഞ്ച് താഴ്ത്തി വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന എക്സോസ്റ്റ് അതിൻ്റെ അത് വെക്കാൻ സാധിക്കില്ല. അതിൻ്റെ മുകളിൽ പോയിട്ട് അതിൻ്റെ പൈപ്പിൽ നമ്മൾ എക്സോസ്റ്റ് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന ഫ്രെയിമിൽ വന്നിട്ട് ഇടിക്കും. ഫ്രെയിം വന്നിട്ട് അകത്തേക്ക് കയറാത്തൊരവസ്ഥ വരും. അപ്പോൾ 2 ഇഞ്ച് എങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മുടെ വാർക്കയിൽ നിന്നും താഴ്ത്തി വേണം വെക്കാനായിട്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ബാത്റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്നത് 6 ഇഞ്ചാണ് ഉപയോഗിക്കുന്നത്. 6 ഇഞ്ച് എക്സോസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അത് ഷട്ടറുള്ള ടൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഷട്ടർ ഓപ്പൺ ആവുന്ന സിസ്റ്റം ബാത്റൂമിൽ. പിന്നീട് വേണമെങ്കിൽ നമുക്ക് കിച്ചണിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ വേണമെങ്കിൽ നമുക്ക് 6 ഇഞ്ച് മാറ്റി 8 ഇഞ്ച് വേണമെങ്കിൽ വെക്കാം. കാരണം വെച്ചാൽ അത്യാവശ്യം എയറും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആയതുകൊണ്ട്, സ്മെല്ലും കാര്യങ്ങളൊക്കെ, ഭക്ഷണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആയതുകൊണ്ട് 6 ഇഞ്ച് മാറ്റി, പിന്നെ എന്തെങ്കിലും പുകയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ കൊടുക്കുന്നതാണ്. കിച്ചണിൽ 8 ഇഞ്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ബാത്റൂമിലും പറഞ്ഞു, നമ്മൾ ബാത്റൂമിൽ ഇതുപോലെ തന്നെ 6 ഇഞ്ച് കൊടുത്താൽ മതി. പിന്നെ അത് വരുന്നതെന്ന് വെച്ചാൽ ബെഡ്റൂമിൽ നമുക്ക് വേണമെങ്കിൽ 6 ഇഞ്ചിൻ്റെ കൊടുത്താൽ മതി. കാരണം ബെഡ്റൂമിൽ നമ്മൾ സാധാരണ കൊടുക്കാറില്ല. പക്ഷേ ബെഡ്റൂമിൽ ഇപ്പോൾ ആളുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല ചൂട് ഏരിയ ആയതുകൊണ്ട് ചൂട് കാലത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് AC പകരം ഇല്ലെങ്കിൽ കൂടിയും നമ്മളൊരു ഫാനും ഒരു എക്സോസ്റ്റും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കൂളിംഗ് ആയിട്ട് നമുക്ക് ബെഡ്റൂം നമുക്കൊരു അത്യാവശ്യം കൂളിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് ഈ പറഞ്ഞ രീതിയിൽ വേണം നമ്മുടെ ബെഡ്റൂമിലും എക്സോസ്റ്റ് കൊടുക്കാനായിട്ട്. അത് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ സൈലൻറ്റ് ടൈപ്പ് എക്സോസ്റ്റാണ് ഏറ്റവും നല്ലത്. അതായത് സൈലൻറ്റ് ടൈപ്പ് എക്സോസ്റ്റ് BLDC ടൈപ്പൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതായത് 20 വാട്ട് 18 വാട്ടൊക്കെ വരുന്ന ഒരുപാട് BLDC എക്സോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലത്താണ് എങ്ങനെയാണ് എക്സോസ്റ്റ് കൊടുക്കേണ്ടത് എന്നും, എത്ര അതിൻ്റെ പൈപ്പുകളാണ് കൊടുക്കേണ്ടത്, എത്ര വാട്ട്സിൻ്റെ ആണെന്നും, എത്ര ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait.